ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 1/4 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വളരെ കുഞ്ഞായിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഒരു 1/2 ടീസ്പൂൺ ചതക്കി എടുത്തിട്ടുള്ള ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും അരവ് നന്നായി പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇത് നമുക്കൊന്നൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഒരു എന്താ പറയുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെയൊക്കെ പരത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി റെഡിയാക്കുക. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കണം കേട്ടോ. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വളരെ കുഞ്ഞായിട്ട് ചെറിയ പീസായിട്ട് കട്ടാക്കിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചിക്കനൊക്കെ ഇപ്പോൾ തന്നെ കുറേയൊക്കെ വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ അടിച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്നും കുക്കായി കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വറ്റി കിട്ടിക്കോളും. ചിക്കനൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കാം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന കയ്യിലുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിങ്ങനെ ചെറിയ പീസ്, നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇനി ഒന്നും കൂടി ചെറുതായി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ വെജിറ്റബിളിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് ടൊമാറ്റോ സോസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക, ഗാർലിക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗാർലിക് സോസ് ഇല്ലെങ്കിൽ മയണൈസ് മതിയെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഓപ്ഷണലാണ്. മല്ലിയുടെ ടേസ്റ്റ് ഇതിന് താല്പര്യം ഇല്ലെങ്കിൽ അതും ഒഴിവാക്കാം. ഇനി ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ പുതിയ ബ്രെഡാണെങ്കിൽ സിമ്പിളായിട്ട് അപ്പോൾ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 3-4 ദിവസമായ ബ്രെഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും അല്ലേ. ആ സമയത്ത് ബ്രെഡ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആവിയിൽ വെച്ചതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള പഴയ ബ്രെഡാണെങ്കിലും നമുക്ക് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാതിരിക്കേണ്ട. ഇതുപോലെ ആവി കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. തീർച്ചയായിട്ടും നന്നായിട്ട് പരത്തുന്ന കിട്ടും കേട്ടോ.
അപ്പോൾ അങ്ങനെ പരത്തിയെടുക്കുന്ന ബ്രെഡ് നമുക്ക് നന്നായിട്ട് തിരിക്കാനും മറിക്കാനും ഒടിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഈ രണ്ട് സൈഡിലും മൈദ കൊണ്ട് ഇങ്ങനെ ഒരു ഗമ്മുണ്ടാക്കി രണ്ട് സൈഡിലാക്കി ഒട്ടിക്കുക, ഞാൻ വീട്ടിൽ കാണിച്ച പോലെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ്ട മൈദ ഇട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടിക്കോളും. ഒരു പേടിയും പേടിച്ചണ്ട, നമുക്ക് മൈദ ഇട്ട് നല്ല സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബ്രെഡ് പൊടിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മുട്ടയിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ കിടന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ചിക്കനൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പം ചിക്കൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിന് വേറെ ചിക്കന് വേറെ മുട്ട മതിയെങ്കിൽ മുട്ടയും യൂസ് ആക്കാം കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചിക്കന് പകരം മുട്ട എന്നുള്ള രീതിയിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാൻ എന്താ ഇവിടെ ഇതെല്ലാം റെഡിയാക്കി എടുത്തത് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു കളർ ആകുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് പൊളിച്ച് കാണിച്ചു തരാം. ഇത് പിന്നെ നമുക്ക് 4 മണി ചായക്ക് ഒപ്പം കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, എന്താ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി ഷവർമ ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമേ ലൈക്ക് ചെയ്യാൻ പറയാൻ മറന്നുപോയതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും നന്ദി.